ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടത്തിയ ചർച്ച, അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഏതാണ്ട് ഒരു 11ഓളം എഗ്രിമെൻറ്റ്സ്. ഈ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഇന്ത്യയെക്കാളും ഏറ്റവും കൂടുതൽ അതായത് ഒരു സമൂഹത്തിന് സെൽഫ് മെയ്ഡ് എന്താണെന്ന് അറിയില്ല. അത് ഒന്നാമത്തെ കാര്യം. ആർക്കാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കല്ല, ശരിക്കും പാകിസ്ഥാൻ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഊഷ്മളമായ ബന്ധം. ഈ ബന്ധത്തിനെ കുറിച്ച് ഞാൻ വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു. ഇത് എങ്ങനെ അവസാനിക്കും, ഇത് എങ്ങനെ തുടങ്ങും, മലേഷ്യക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം മലേഷ്യ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 370, ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഇന്നത്തെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കശ്മീരിനെ യൂണിഫൈഡ് ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തതിൻ്റെ ആ ഒരു ദിവസം ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് UN ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ആ റെസൊല്യൂഷനിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യങ്ങൾ വിരലിൽ എണ്ണാവുന്ന കുറച്ച് രാജ്യങ്ങളാണ്. ജമ്മു ആൻഡ് കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇറാൻ. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യമാണ് ഇറാൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, തുർക്കി, പിന്നെ മലേഷ്യ, ഉക്രൈൻ. ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുറേ ആൾക്കാർ ഉക്രൈനെ നിങ്ങൾ എന്തോ പറയുന്നു, ഉക്രൈനെ നിങ്ങൾ എന്ത് പറയുന്നത്, ഉക്രൈൻ പാവമല്ലേ, ഉക്രൈൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നില്ലേ. ആ ഉക്രൈൻ തന്നെയാണ് ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിരുന്നത്. പാകിസ്ഥാനോടൊപ്പം തന്നെയാണ് അവരുടെ നിലപാട് എല്ലാ കാലത്തും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളാണ് ശരിക്കും ഇന്ത്യക്കെതിരെ നിന്നിരുന്നത്. അപ്പോൾ അതിലൊരു രാജ്യമായിരുന്നു മലേഷ്യ. അപ്പോൾ ഈ മലേഷ്യയെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി ആ ഒരു ചേരിയിൽ നിന്നും പതിയെ വളച്ചെടുത്ത് ഇന്ത്യൻ ചേരിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പം തിടുക്കിട്ട് 2026 ബിഗിനിങ്ങിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യ സന്ദർശിക്കാനുള്ള കാര്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1, ആസിയാൻ സബ്മിറ്റ് നടന്ന സമയത്ത് പ്രധാനമന്ത്രിയെ മലേഷ്യയുടെ ലീഡർ അൻവർ ഇബ്രാഹിം ടെലിഫോണിലൂടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ട്രംപ് വരുന്ന ദിവസമൊക്കെ ശരിക്കും ഈ ആസിയാൻ സബ്മിറ്റിൽ ട്രംപ് പങ്കെടുക്കാൻ വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി ഉണ്ടായാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലുള്ള കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈം മിനിസ്റ്റർ മോദി ആ ഒരു വേദി ഒഴിവാക്കുകയാണ് ചെയ്തത്. അതിനൊരു എക്സ്ക്യൂസ് ആയിട്ട് ബീഹാർ ഇലക്ഷനെ ചൂണ്ടിക്കാണിച്ചു, അത്രമാത്രം. ബീഹാർ ഇലക്ഷൻ അല്ല റീസൺ. ശരിക്കും ട്രംപുമായിട്ട് ഒരുമിച്ചൊരു വേദി പങ്കിടാൻ പ്രൈം മിനിസ്റ്ററിന് താല്പര്യമില്ലായിരുന്നു. അതാണ് സംഭവം. കാരണം അവിടെ വെച്ചിട്ടും ഇയാൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് നിർത്തിയത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ വേദിയിൽ വെച്ചിട്ട് വീണ്ടും ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട, ജസ്റ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സൈലൻറ്റ് ഡിപ്ലോമസിയാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതിനെ തുടർന്നാണ് 2026 തുടക്കത്തിൽ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി മലേഷ്യ സന്ദർശിക്കുന്നത്. മലേഷ്യയിൽ പോയിട്ട് ഏതാണ്ട് 11ഓളം എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ലോക്കൽ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്താനും തീരുമാനമായിട്ടുണ്ട്. അതായത് ഇൻഡയറക്ട്ലി ഡോളറൈസേഷൻ തന്നെയാണ് ഇന്ത്യയും മലേഷ്യയും ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ പോളിസി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കറൻസി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലേഷ്യൻ കറൻസിയിൽ ട്രാൻസാക്ഷൻ ചെയ്യാനും ഇന്ത്യൻ കറൻസിയിൽ ട്രാൻസാക്ഷൻ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ മലേഷ്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്യും, മലേഷ്യ ഇന്ത്യൻ കറൻസിയും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ലോക്കൽ കറൻസി ട്രാൻസാക്ഷനും ഒരു തീരുമാനമായിട്ടുണ്ട്. AITIGA, ആസിയാൻ ഇന്ത്യ ട്രേഡ് ആൻഡ് ഗുഡ്സ് എഗ്രിമെൻറ്റ്, ഇത് ഒരു എഗ്രിമെൻറ്റ്. ഇത് ഓൾറെഡി തന്നെ പ്രൊപ്പോസൽ ഓക്കെ ആയി. രണ്ട് രാജ്യങ്ങളും അത് സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വൈകാതെ തന്നെ നടപ്പിലാവും. അത് സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MICECA, കോംപ്രഹെൻസീവ് എക്കണോമിക് എഗ്രിമെൻറ്റ്, ഇങ്ങനൊരു എഗ്രിമെൻറ്റ്. ഇത് മലേഷ്യ ഇന്ത്യ കോംപ്രഹെൻസീവ് എക്കണോമിക് എഗ്രിമെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് എഗ്രിമെൻറ്റുകളും ഇത് കുറച്ച് ബ്രീഫായിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ്. അത് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലുപരിയായിട്ട് മറ്റ് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റുകളാണ് ഇതിനകത്ത് കൂടുതൽ സൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ കൗൺസിലേറ്റ് മലേഷ്യയ്ക്കുള്ളിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാം ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മലേഷ്യയിൽ നിന്നും പാം ഓയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഈ കശ്മീർ വിഷയത്തിന് ശേഷം മലേഷ്യ എടുത്ത നിലപാടിനെ ചൊല്ലി ഒരു തർക്കം വന്നു. അതിനെ തുടർന്നാണ് പാം ഓയിൽ ഇറക്കുമതി കുറച്ചത് ഇന്ത്യ. അപ്പോൾ വീണ്ടും പാം ഓയിൽ മലേഷ്യയിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ധാരണയായിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ കോ പ്രൊഡക്ഷൻ, ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റ്. ഫിലിം ആൻഡ് മീഡിയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു എഗ്രിമെൻ്റാണിത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ, അത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേണമെങ്കിലും അതേപോലെ മലേഷ്യക്ക് വേണമെങ്കിലും, ബോത്ത് കൺട്രീസ്, ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയാണ്. അതുപോലെ കോമ്പാറ്റിംഗ് കറപ്ഷൻ, അതുപോലെ UN പീസ് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊരു എഗ്രിമെൻറ്റ് ധാരണയായിട്ടുണ്ട്. സെമി കണ്ടക്ടർ കോർപ്പറേഷൻ, ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് 4 എഗ്രിമെൻറ്റുകളും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യയിൽ സംസാരിച്ച സമയത്ത് മലേഷ്യയിലുള്ള തമിഴ് കമ്മ്യൂണിറ്റി,
ആ ഒരു തമിഴ് ലാംഗ്വേജിൻ്റെ ഒരു ബന്ധം, കൾച്ചറൽ അഡാപ്ഷൻ, അത് മലേഷ്യയിൽ തന്നെയുള്ള തമിഴ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അതുപോലെ ഇന്ത്യയിൽ നിന്നും അവിടെ മൈഗ്രേറ്റ് ആയി താമസിക്കുന്ന തമിഴ് ലാംഗ്വേജിലുള്ള ആൾക്കാർ, അപ്പം ഇവരെല്ലാം കൂടി ഒരുമിപ്പിക്കുന്ന രീതിയിൽ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം അവിടെ നടത്തിയായിരുന്നു. അതായത് ഇന്ത്യക്കും മലേഷ്യയ്ക്കുമുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണ്, അത് മതത്തിനും മുകളിൽ കൾച്ചറൽ, പാരമ്പര്യമായിട്ട് തന്നെ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ആ രീതിയിലുള്ള കൾച്ചറൽ ബോണ്ടിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിനെയും കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ മലേഷ്യ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഉപയോഗിക്കേണ്ട പോയിന്റുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. AI ആൻഡ് ഡിജിറ്റൽ സെക്ടർ, അവിടെയും നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ സെമി കണ്ടക്ടറിൽ മലേഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബ്രിക്സിലേക്ക് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററിനെ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ബ്രിക്സ് മീറ്റിങ്ങിനെത്തും. ഇത്തവണ ബ്രിക്സിൽ മലേഷ്യയെ മെമ്പറാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിൽ ഇന്ത്യ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ നടന്നാലും മറ്റൊരു സൈഡിൽ ഒരാൾക്ക് ഭയങ്കര പുകച്ചൽ, ആ പുകച്ചൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ഭയങ്കര വിഷമം. അസീം മുനീർ ഉടനെ തന്നെ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ചർച്ച അവസാനിപ്പിച്ച് 2 ദിവസത്തിനുള്ളിൽ മലേഷ്യയിലേക്ക് പാകിസ്ഥാന്റെ നേവൽ ചീഫ് അഡ്മിറൽ നവീദ് അഷ്റഫിനെ അയച്ചു വെക്കുകയാണ്. എന്തിനാണ്? അതായത് അവർ തമ്മിലൊരു ജോയിന്റ് നേവൽ എക്സസൈസ് എപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ അതിലേക്ക് ഉടനെ തന്നെ മലേഷ്യയെയും മാൽഡീവ്സിനെയും ക്ഷണിച്ചുകൊണ്ട് വരിക. മലേഷ്യയെ മാത്രം ക്ഷണിക്കേണ്ട, മാൽഡീവ്സിനെയും കൂടെ ക്ഷണിക്കൂ. അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നേവൽ ഡ്രിൽ നടത്തി ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു കരാറിനെ നമുക്ക് പൊളിക്കണം. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ മലേഷ്യ നമ്മളുടെ ചേരി വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു വാർത്ത പാകിസ്ഥാൻ്റെ ഉള്ളിൽ പബ്ലിഷ് ചെയ്യണം. അത് വളരെ അനിവാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നവീദ് അഷ്റഫിനെ ഇപ്പോൾ അയച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ട് മലേഷ്യ ഇതുവരെ 5 തവണ ഇതേപോലെ നേവൽ ഡ്രിൽ നടത്തിയിട്ടുണ്ട്. ഈ നേവൽ ഡ്രിൽ, ഇന്ത്യയുമായിട്ടുള്ള മലേഷ്യയുടെ ഈ നേവൽ എക്സസൈസ് ഇനിയും എണ്ണത്തിൽ കൂടുതൽ നടത്തണം എന്നുള്ള എഗ്രിമെന്റും ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് 5 എണ്ണം നടത്തിയത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒരു 8, 9, 10 ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇനിയിപ്പോൾ മലേഷ്യ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ക്ഷണിച്ച ഈ ഒരു നേവൽ ഡ്രില്ലിന് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനി മലേഷ്യ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മലേഷ്യക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ, തുർക്കി ഈ ചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് മലേഷ്യക്ക് ഗുണമൊന്നുമില്ല. മതം പറയാം എന്നുള്ളതിലുപരിയായിട്ട് മാനവികത ഉണ്ടാവില്ല എന്നുള്ളത് മലേഷ്യക്ക് തിരിച്ചറിവായിട്ടുണ്ട്. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നാണ് മലേഷ്യ ഇന്ത്യയുമായിട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മലേഷ്യൻ ലീഡർ അൻവർ ഇബ്രാഹിം ഇന്ത്യയെ അഡ്രസ്സ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത്, അതായത് ഇന്ത്യയുടെ ഒരു വളർച്ച, ഇത് അപ്രതീക്ഷമായിട്ടുള്ളൊരു വളർച്ചയാണ്, ശരിക്കും അവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം എന്നാണ് ഇന്ത്യയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, വൈകിയാണെങ്കിലും ഇന്ത്യയെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കി കാണേണ്ട വിഷയം. അപ്പം എന്നാൽ ഇതിലിപ്പം തികച്ചും തുർക്കി, പാകിസ്ഥാൻ അസ്വസ്ഥരാണ്. അവർ മലേഷ്യയെ എങ്ങനെയെങ്കിലും അവരുടെ ചേരിയിൽ ഉമ്മത്തിന്റെ കീഴിൽ തന്നെ കൊണ്ട് നിർത്തണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ് ചെയ്ത് മടങ്ങിയതിന് ശേഷം മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. പാകിസ്ഥാന്റെ ഒരു കോമഡിയും കൂടി പറയാം. അതായത് പാകിസ്ഥാനിൽ PSL, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, അതിന്റെ തലപ്പത്തുള്ള മൊഹ്സിൻ നഖ്വി ഇന്നൊരു പത്രപ്രസ്താവന കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ടീം ഈ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ICC അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് കളിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനും കളിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ICC ശരിക്കും ഇവരെ മൈൻഡ് ചെയ്യാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ സോർട്ടഡ് ഔട്ടായി പാകിസ്ഥാൻ ഇപ്പോൾ കളിക്കാൻ സമ്മതം അറിയിച്ചു. അതിന് ICC ഓക്കെയും പറഞ്ഞു. ഇതിനെ ചൊല്ലി പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള മൊഹ്സിൻ നഖ്വിയുടെ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ICCയെ മുട്ടുകുത്തിപ്പിച്ചോ ചോദിക്കുന്ന ചോദ്യം, അതായത് നിങ്ങളുടെ മുന്നിൽ ICCക്ക് വഴങ്ങേണ്ടി വന്നോ എന്നുള്ള നിലയിലൊക്കെയാണ് ചോദ്യം പോസ്റ്റ് ചെയ്തത്. ഈ ചോദ്യം കേട്ടിട്ട്, ഈ ചോദ്യം വന്ന പാടെ ഈ മൊഹ്സിൻ നഖ്വി കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിരിക്കുന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ICCയുടെ കൈയും കാലും പിടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടാണ് പാകിസ്ഥാന് IPL T20 കളിക്കാൻ വേണ്ടിയിട്ട് സമ്മതം വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ വരുന്ന ചോദ്യം വളരെ സിറ്റുവേഷണൽ ചോദ്യമായിരുന്നു. ഇത് ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ ഇരുന്ന് ചിരിക്കുന്നത്. കാരണം ഞാൻ അവിടെ റൂമിനകത്ത് ആരുടെയൊക്കെ കാല് പിടിച്ചെന്നുള്ളത് എനിക്കല്ലേ അറിയാവൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുട്ടുകുത്തിച്ചോ ICC എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കളിച്ചില്ലെങ്കിലും ICC മാച്ച് നടക്കും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം. മൊഹ്സിൻ നഖ്വി എങ്ങനെയാണ് ICCയുടെ കാല് പിടിച്ചത് എന്ന് അറിയാവുന്ന വ്യക്തിയാണ് തൊട്ടടുത്തിരിക്കുന്നത്. അവനാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ. അവൻ ആ രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതായത് മൊഹസിൻ നഖ്വി എന്താണ് അവിടെ സംസാരിച്ചത്, എങ്ങനെയാണ് കാല് പിടിച്ചത്, നമ്മളൊക്കെ ഒരുമിച്ച് തന്നെയാണല്ലോ കാല് പിടിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വെളിയിൽ വന്നിട്ട് എന്ത് പറയാനാണ്? അതെ അതെ ഞങ്ങൾ മുട്ടുകുത്തിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിവിടെ പങ്കുവച്ചതാണിത്. ട്രംപ് ആണെങ്കിൽ ഇറാനിന് ഒരു മുന്നറിയിപ്പ് എന്നുള്ള അവസ്ഥയിൽ B-20 സ്പിരിറ്റ്, അതായത് കഴിഞ്ഞ വർഷം 2025 ഇറാനിന് മേളിൽ ആക്രമണം നടത്തിയ ആ ഒരു ബോംബറിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. ഇതിന്റെ സിംബോളിക് ആയിട്ടുള്ള മീനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും പക്ഷേ ട്രംപ് 2-3 ദിവസം സൈലന്റ് ആയിരുന്നു, ട്രൂത്തിലൊന്നും പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഇറാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ട്രംപ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ മലേഷ്യയുമായിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.